വലുതിന് 1000, 500. അറിയാൻ വേണ്ടിയാണ് സെൽഫ് ഡിക്ലറേഷൻ. നാളൊരു കേസ് ഉണ്ടാകുമ്പോഴത്തേക്കും വരികയാണെങ്കിൽ ഇതെല്ലാം ഇയാൾ ഡിക്ലറേഷൻ കൊടുത്തേക്കുന്നതെല്ലാം കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടി. അത് ഞാൻ പറഞ്ഞാൽ നമ്മൾ ഈ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് തലവേദനയാണ്. അല്ലെങ്കിൽ അതുപോലെ ആയിരിക്കണം ആവശ്യത്തിൽ. ആവശ്യത്തിൽ ചെയ്യാൻ പറ്റില്ല. രണ്ട്, നമുക്കൊരു അഡീഷണൽ ഒരു പ്രോഡക്റ്റും കൂടി 1 ലക്ഷം 1.5 ലക്ഷം രൂപ അടയ്ക്കണമെന്ന് അതിൻ്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുഴപ്പമില്ല. അപ്പുറത്ത് അതെ, പുള്ളി കാരണം നമുക്കറിയില്ലല്ലോ. പുള്ളിയുടെ അസറ്റിന്റെ ലയബിലിറ്റി നമുക്കറിയത്തില്ലല്ലോ. ബാക്കിയെല്ലാം പുള്ളി അങ്ങോട്ട് എഴുതി ചേർത്താൽ മതി. അത് കസ്റ്റമർ ഫീൽ ചെയ്യുന്നതാണ്. ചോറിൽ മാറ്റാനുള്ള രണ്ടു വാക്ക് സംസാരിച്ചിരുമ്പോഴത്തേക്കും എത്രണ്ണം വാങ്ങിച്ചു സാറേ? എത്ര രൂപ? 280. ആരെയാ? പോകൂലോ? ഇല്ല, പോകൂരെ വിളിച്ചില്ല. മറ്റേ ഞാൻ മാന്നാറ് നിൽക്കുക. ഞാൻ കയറിയില്ല. മാന്നാറ് നിൽക്കുക. അതെ, വന്നിട്ട് അത്യാവശ്യം കോളിന് പുള്ളി വിട്ടു. പെട്ടെന്ന് ഇരിക്കാൻ സമയം കിട്ടിയില്ല. തിരിച്ചിരിക്കും പോകും. ബ്രാഞ്ചിലേക്ക് പോവാ. തിരിച്ച് പോവാണ്. ആരെയും വിളിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ, വന്നത് കഴിഞ്ഞ് മേടി എത്തി കഴിഞ്ഞാൽ പോകുന്നു. മാന്നാറ് വരെ പരുമലപ്പള്ളി വരെ പെരുന്നാൾ നടക്കില്ലേ. അപ്പൊ നമുക്കൊരു സ്റ്റാളിടാൻ വേണ്ടി ഒരു പ്രൊവിഷൻ കിട്ടുമെന്ന് പറയാൻ വേണ്ടി വന്നതാണ്. പെരുന്നാളിന് വേണ്ടി. കാരണം നമ്മുടെ പെൻഷൻ പ്ലാൻ നമ്മളൊരു 1000 നോട്ടീസ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടീമിന് വേണ്ടി. നിങ്ങൾക്ക് വേണ്ടേ പെൻഷൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ 1000 നോട്ടീസ് അടിക്കുന്നു. അത് കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. അത് ബ്രാഞ്ച് ഹോൾ അടിക്കുന്നുണ്ട്. മൊത്തം ബ്രാഞ്ചിൽ അടിക്കുന്നുണ്ട്. ഓരോ ടീമിനും വേണ്ടി 1000 വെച്ച്. അപ്പം മൊത്തം 10,000-ഓളം നോട്ടീസ് വരുന്നുണ്ട്. അത് നമ്മളിവിടെ ഒരു കവറിനകത്തിട്ട് ഇവിടെ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പം 1, 2, 3, 4 ഒക്കെ ഇവിടെ പെയ്താലല്ലേ 1, 2 ഒക്കെ ആൾക്കാർ വരുന്നതല്ലേ. അപ്പം നമ്പറും കൂടെ അവരോട് എഴുതിയിട്ട് ചെയ്യുക. നമ്പറും കൂടെ പേസ്റ്റ് ചെയ്യുക. അപ്പം അതിന് വേണ്ടി നമുക്ക് അകത്ത് നമുക്ക് തറവാടക വേണമെങ്കിൽ 25,000 രൂപ തറവാടക. 25,000 രൂപയാണ് തറവാടക അകത്ത്. അങ്ങനെ ഇരിക്കുന്നില്ല. കാരണം പുറത്ത് റോഡും കേൾക്കാം. അപ്പൊ അതിനു വേണ്ടി നോക്കാൻ വന്നാ, എന്തെങ്കിലും ഒരു കിട്ടുമോന്ന് അറിയാൻ വേണ്ടി വന്നാ. അപ്പൊ ഇതാണ് അതിന്റെ പ്രശ്നങ്ങൾ. ഇത്രയും ഓടിക്കുന്ന ആർക്കും അപ്പം പെർമിഷൻ വേണ്ട. അതെ, ഗവൺമെന്റ് പോകുന്നത് കൊടുത്താൽ മതിയല്ലോ. വായിക്കുന്നു. അതിന് പ്ലാൻ ചെയ്യുന്നു. മാഡത്തിന്റെ അവിടെ വേണം ഞാൻ കുറച്ച് നോട്ടീസ് തരാം. എത്ര പത്രമുണ്ട്? പത്രക്കാരന് അറിയത്തില്ലേ? പത്രക്കാരന്
വെട്ടല് വരുന്നത്. ആണെങ്കിൽ ആയിരത്തി 100 രൂപ വെച്ച് പേപ്പറിനകത്ത് കയറി പൊക്കോളൂ. കറക്റ്റ് പോകണം അത് കയറി. അതെ, കൂടുതൽ വിവരം ഒത്തിരി നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കൂടുതൽ വിവരങ്ങൾക്ക് ഇന്നയാളിനെ കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഇല്ല, അത് കൊടുക്കാൻ പറ്റുകയില്ല. അന്നേരം അത് ക്യാമ്പയിനായി പോകും. നമ്മൾ ഈ അത് നമുക്ക് മാർക്കറ്റിംഗ് കിട്ടില്ല. ഇത് നമ്മൾ അവരെ ഇത് ചെയ്യാന്നുള്ളതാണ്, നമ്മുടെ പദ്ധതിയെ കുറിച്ച് പറയുക എന്നുള്ളതാണ് അവരോട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് ഈ 5 ലക്ഷം വെച്ച് അടച്ചാൽ ഇത്ര രൂപ പെൻഷൻ കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. അവർ അങ്ങനെ അടിച്ചു കൊടുക്കാൻ പറ്റുകയില്ല. ബാക്കി പിന്നെ നമ്മൾ അവരുടെ നീഡ് നോക്കി നമ്മൾ പറയുകയുള്ളൂ. ഇങ്ങനൊരു സംഭവമുണ്ട്, അതിന്റെ ഫോർ മോർ ഡീറ്റെയിൽസ് ഈ കോൺടാക്ട് ട്രാൻസ്ഫർ പേഴ്സൺ നമ്മൾ കൊടുക്കും. അങ്ങനെ ചെയ്യാൻ ഞാൻ ചെന്ന് കഴിഞ്ഞ് വിളിക്കും. ഞാൻ അന്നേരം ഇറങ്ങി പോകുന്നതാ. തിരിച്ച് ചെല്ലി ഞാൻ ഇന്നവരെ എല്ലാവരെയും വിളിച്ചിരിക്കും. ഇല്ല ഞാൻ പറഞ്ഞില്ല അല്ല, മറ്റേ പുള്ളി ഞാൻ വിളിച്ചല്ലോ. പുള്ളിയല്ലേ പുള്ളി പോയി. ഇപ്പം മാഡം പറഞ്ഞപ്പോൾ അല്ലേ മറ്റേ പുള്ളി പോയില്ല എന്ന് അറിയുന്നത്. ഞാൻ മറ്റേ പുള്ളി വിളിച്ചായിരുന്നല്ലോ.